യുദ്ധം ചെയ്യുമ്പോൾ മരിക്കുമെന്ന് കണ്ട് യുദ്ധം ചെയ്തോളാം. കാരണം മരിക്കാൻ പോകുന്നത് കൊണ്ട് യുദ്ധം ചെയ്യും. മരിക്കാൻ പോകുന്നതിന് എന്തുവാ കുഴപ്പം? അതില്ലേ മുതുകത്ത് സാമാനം വെച്ച് കെട്ടി ആൾക്കാരുടെ ഇടയിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നവൻ ഇനി എത്ര സെക്യൂരിറ്റി നിന്നാലും എത്ര പ്രശ്നങ്ങൾ നിന്നാലും ആന നിന്നാലും അമ്പാരി നിന്നാലും ഒന്നുമില്ല, അവന് പൊട്ടിത്തെറിക്കാൻ പോവാ. അപ്പൊ അതിന്റെ കൂടെ അവന് ലക്ഷ്യം വെക്കുന്നതിനെല്ലാം പൊട്ടിത്തെറിക്കുന്നു. അതുപോലെ മുതുകത്ത് ബോംബ് വെച്ച് കെട്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. മനസ്സിലല്ലേ? ആ രാജ്യത്തിന് എന്തും പറയാം. ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയാം, ഞങ്ങൾ കാണിക്കുമെന്ന് പറയാം, ഞങ്ങൾ എല്ലാവരെയും ഒതുക്കുമെന്ന് പറയാം, ഞങ്ങൾ മിസൈൽ വിടുമെന്ന് പറയാം. പക്ഷേ ഈ പറയുന്നതല്ലാതെ ഒന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇസ്രായേൽ കയറി ആക്രമിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഇസ്രായേലിന് അതിനൊരു കരുത്തുണ്ട്. സമയവും സന്ദർഭവും അനുസരിച്ച് ആ രാജ്യത്തെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ അവർ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി നടത്തി അതിൻ്റെ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കേണ്ട ഒരു സമയമെന്ന് പറയുമ്പോൾ അവരുടെ സമയം അല്ല, ഇറാന്റെ സമയമല്ല,